സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പ് സുനാമി ബാധിതർക്ക് സൗജന്യമായി വലിയപറമ്പ് മാടക്കാലിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ ഗുണഭോക്താക്കൾ കൈയൊഴിഞ്ഞു. ആവശ്യത്തിന് സൗകര്യമില്ലെന്ന് പറഞ്ഞാണ് പലരും വീടുകൾ കൈയൊഴിഞ്ഞത്. എന്നാൽ അനർഹരെ പദ്ധതിയിൽ തിരികെ കയറ്റുകയായിരുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സുനാമി ബാധിതർക്കായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മാടക്കാലിൽ നിർമ്മിച്ച സുനാമി പുനരധിവാസ വീടുകളിൽ പകുതിയിലും ഇന്ന് താമസക്കാരില്ല. വീടുകൾ പലതും നശിച്ചു തുടങ്ങിയിട്ടും താമസക്കാരെ തിരിച്ചെത്തിക്കാനോ വീടുകൾ ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകാനോ അധികൃതർക്ക് താൽപര്യവുമില്ല. സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പ് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളാണ് ഗുണഭോക്താക്കൾ കൈയൊഴിഞ്ഞത്. 2009 ജൂലൈ 31 വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ് മാടക്കാലിലെ 20 കുടുംബങ്ങൾക്ക് വീടുകളുടെ താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ പങ്കെടുത്ത് താക്കോലും രേഖകളും കൈപ്പറ്റിയവരിൽ പകുതി ആളുകൾ മാത്രമാണ് താമസമാക്കിയത്. ബാക്കി വീടുകൾ 15 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. സർക്കാർ ഇത്തരം വീടുകൾ തിരിച്ചെടുത്ത് ഭവനരഹിതരായ ആളുകൾക്ക് കൈമാറണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 20 വീടായില്ലത് മൊത്തം 20 വീട്ടുകാരും താക്കോലും വാങ്ങി പോയതാണ്. അതിലിപ്പം 10 വീട്ടുകാർ താമസമില്ല. ബാക്കി 10 വീട്ടുകാർ താമസമില്ല. അവർ എന്തെങ്കിലും അന്വേഷണ വിധമായിട്ട് വരുമ്പം ആ സമയത്ത് മാത്രം ഒരു താമസ സൗകര്യം കാണിക്കും, അവർ പോകും. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. വീടില്ലാത്ത ഒരുപാട് ആളുണ്ട് ലൈഫിൽ. വീട് കൊടുത്തിട്ട് ഇപ്പം മാടക്കാലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ വാടകയ്ക്ക് നമ്മളെ പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കങ്ങ് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയിലെ 10 വീട് കൊടുക്കണം എന്നാണ് നാട്ടുകാരെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പാർപ്പിട പദ്ധതിക്കായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ പിഴവ് വന്നിരുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇവിടുത്തെ നിലവിലെ സ്ഥിതി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.